ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് അരി കുതിർക്കാതെ അരയ്ക്കാതൊക്കെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്കൊരു നെയ്പ്പത്തിൽ റെഡിയാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇവിടെ വേണ്ടത് പുട്ടുപൊടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് അര കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ, ഫുള്ളായിട്ട് പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുട്ടുപൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടാതെ നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 10 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഈ ഒരു പുട്ടുപൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതായിട്ട് അര കപ്പ് തേങ്ങയിലേക്ക് ഒരു 4 ചുവന്നുള്ളിയും 1/2 ടീസ്പൂണോളം പെരുജീരകം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് അങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പുട്ടുപൊടിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് കൈവച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മളിതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ തേങ്ങയൊക്കെ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് കുഴച്ചെടുക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ വലിയ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കി എടുത്ത് കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ക്രാക്കൊന്നും ഇല്ലാതെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യമല്ലാതെ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷമാണ് ഇതുപോലെ പരത്തിയെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അവിടെ ഓയിൽ കവറിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും കവറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം മാത്രം ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഓരോ ബോൾസും ഇതുപോലെ കവറിനുള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു പത്തൽ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് ഇത് പരത്തിയെടുക്കരുത്, കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഓരോന്നും ഈ ഒരു കട്ടിയിലാണ് ഞാനിപ്പോൾ അവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. കുറച്ചൊരു കട്ടിയിൽ പരത്തിയെടുക്കുന്ന സമയത്താണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊങ്ങി വരുള്ളൂ. ഇനി ഓരോന്നും നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടാവണം, അപ്പോഴാണ് ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ആ ഒരു ലെവലിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു പത്തൽ വട പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ സംഭവം സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിതോടെ കിട്ടും. അപ്പോൾ ഇതുപോലെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടും. അതേപോലെ തന്നെ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ എല്ലാതും സെയിം രീതിയിൽ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും പൂരി പോലെ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നല്ല വീർത്ത് നല്ല ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു നെയ്പ്പത്തിൽ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.